നമസ്കാരം. ഔട്ട് TV 24/7 ഞാനും എൻ്റെ കലയും എന്ന സെഗ്മെൻറ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സജീർ നാദാപുരമാണ്. സജീർ നമസ്കാരം. സജീർ വളരെ യാദൃശ്ചികമായിട്ടാണ് പരിചയപ്പെടാൻ സാഹചര്യമൊത്തത്. ഈ മ്യൂസിക് ഡയറക്ടറായിട്ട് കുറേ നാൾ ഇതിൽ ഈ ഫ്രെയിമിൽ, അതായത് മ്യൂസിക് ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴും അതിലൂടെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് അതിൻ്റെ പിന്നാലെ ഇല്ല. ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് എൻഗേജ്ഡ് ആയി. എന്നാലും കലയാണല്ലോ, കല നമുക്ക് മനസ്സൊന്നും പോകില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒഴിവുള്ള സമയങ്ങളിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാറുണ്ട്. ഓക്കെ. എപ്പോഴാണ് ശരിക്കും ആദ്യത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിമിലോട്ട് മാറിയത്? ഒരു 17 വയസ്സുള്ള സമയത്താണ് ഞാൻ ഫസ്റ്റ് ആദ്യത്തെ പാട്ട് കമ്പോസ് ചെയ്തിട്ട് കണ്ണൂർ ഷെരീഫിനെ കൊണ്ട് 17 വയസ്സിൽ. ഓ ഗ്രേറ്റ്. അതൊരു സംഭവം കേട്ടോ. അതിനുള്ള ഈ ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി പാട്ടുകാരനായിരിക്കും, അതുകൊണ്ടാണല്ലോ ഈ ഇതിലോട്ട് എത്തിപ്പെടുന്നത്. ഞാൻ പാട്ട് സ്കൂൾ തലത്തിൽ പാടാറുണ്ടായിരുന്നു. പിന്നെ ഹൈസ്കൂൾ തലം എത്തിയപ്പോൾ പിന്നെ അതിൽ നിന്ന് കുറച്ച് പിന്നോട്ട് പോയി. അത് ശരി. ഇപ്പം സ്വാഭാവികമായിട്ടും മാപ്പിളപ്പാട്ടായിരിക്കും അതിൽ ഒരു ക്രൈസ് വരുന്നത് അല്ലേ? അതെ. ഇപ്പം ആദ്യമായിട്ട് മനസ്സിൽ വരുന്ന മാപ്പിളപ്പാട്ട് ഏതാണ്? മാപ്പിളപ്പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പാട്ടുകൾ മനസ്സിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് എരഞ്ഞോളി മൂസക്കാരുടെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ പാട്ടുകൾ രണ്ടാമത് ഒരുപാട് ആളുകൾ പാടി റീമേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ ഒരു പാട്ട് പാടാം. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തീ, മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തീ, ഏതാണി രാജാത്തീ. ഈ പാട്ട് സൂപ്പർ നല്ല ഇഷ്ടമായിരുന്നു. അപ്പം ആദ്യം ഇതുപോലുള്ള പാട്ടുകൾ ചെയ്യായിരുന്നോ, അതോ ഈ മ്യൂസിക് ഡയറക്ടറായിട്ട് പോയത് സ്വന്തമായിട്ട് എഴുതിയതിന് കമ്പോസ് ചെയ്യായിരുന്നു? സ്വന്തമായിട്ട് ആദ്യമായിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അന്ന് ആൽബം സോങ്ങിൻ്റെ ഒരു സമയമാണല്ലോ. അപ്പം അങ്ങനെ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് ലിറിക്സ് ഞാൻ പാടിയിട്ടുണ്ട്. അപ്പം അത് ഫസ്റ്റ് ചെയ്ത പാട്ട് അതേതാണ്? മാമ്പഴക്കാലമായിതാ എൻ്റെ ഫാത്തിമ, മാമ്പഴം പോലെ കാത്തുവച്ച പൊന്നു ഫാത്തിമ, മനത്തെ പൂമുഖം മായാതെ എൻ മനസ്സിലുണ്ട് ഫാത്തിമ. ലിറിക്സ് മറന്നുപോയി. ഓക്കെ, കുഴപ്പമില്ല. എന്നാലും ഇത്രയും വർഷത്തെ ഒരു ഇതുണ്ടാവും, അപ്പം അതിപ്പോഴും കുറച്ചെങ്കിലും ഓർത്ത് പാടാൻ പറ്റുന്നല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഈ സ്വന്തം ഇത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കണ്ണൂർ ഷെരീഫിനെ കൊണ്ട് പാടിക്കുകയും ചെയ്തു. കണ്ണൂർ ഷെരീഫ് പാടി, വിധു പ്രതാപ് പാടിയിട്ടുണ്ട്. അത് ശരി. കണ്ണൂർ ഷെരീഫിനെ കൊണ്ട് ഏത് പാട്ടായിരുന്നത്? അഴകുള്ള ലൈല നീ അനുരാഗവതിയല്ലേ, അറിയാത്തതെന്തേ നീ തേടുന്നൊരെന്നുള്ളം, അതിലോലമാകുമൻ അകതാരിൽ കണ്ടു ഞാൻ, അറിയാതൊരാവേശം അലയായി പെയ്തില്ലേ. അടിപൊളി. അങ്ങനെ ഒരു സാധനം. ഓക്കെ. അപ്പൊ പക്ഷെ അതൊന്നും ആ കേസറ്റ് കാലഘട്ടത്തിലായത് കൊണ്ട് അത്രത്തോളം എനിക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെ. അതെന്തുകൊണ്ട് ഇപ്പോഴും അതിനെ റീക്രിയേറ്റ് ചെയ്ത് അതിനെ വീണ്ടും ഫ്രെയിമിലോട്ട് കൊണ്ടുവന്നുകൂടാ? പിന്നെ നമ്മുടെ ജീവിത പ്രാരാബ്ദം, പിന്നെ ഞാൻ വളർന്ന സാഹചര്യം അങ്ങനെയായിരുന്നു. അങ്ങനെയുള്ള ഫാമിലി. ഇപ്പോൾ ഇത് പാട്ട്, ആൽബം, അഭിനയം ഇതൊക്കെ നമ്മളെ ഫാമിലി അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നതല്ല. നമുക്ക് അത്രത്തോളം ഒരു പ്രോബ്ലം ഇല്ല. അന്നത്തെ കാലഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ വരണമെങ്കിൽ നമുക്ക് ഒരു സഭാകമ്പ അവിടെ കിടക്കും നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പൊ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാകുമോ, അവരെന്ത് കരുതും, അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു. ഇപ്പം ജനറേഷൻ മാറി, എല്ലാ പിള്ളേരും റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ശരിക്ക് ഒന്ന് പിന്നോട്ട് പോയത്. വിധു പ്രതാപിനെ കൊണ്ട് ഏത് പാട്ടായിരുന്നു പാടിച്ചത്? ഇതിന് 2 പാട്ട് പാടിച്ചിട്ടുണ്ട്. ഗസല് മൂളണ സുന്ദരി, കരളിലുറങ്ങുന്ന പെൺകൊടി, ഇനിയും നിൻ സ്വരം കേൾക്കുവാൻ അരികെ വന്നു നീ പാടുമോ, ഉരുകുമെൻ്റെ ഹൃദയഭൂവിൽ സ്നേഹമഴയായി പെയ്യുമോ,
മനസ്സതെന്തോ തിരയുമോ അത് കണ്ട് നീയും കരയുമോ ഗസല് മൂളണ സുന്ദരി കരളിലുറങ്ങുന്ന പെൺകൊടി. ലിറിക്സ് ഓർമ്മിക്കാൻ പറ്റുന്ന ഭാഗ്യമായിട്ട്, കാരണം 2010 അങ്ങനെ കേട്ടോ ചെയ്തത്. 15 വർഷത്തോളായി. ഓക്കെ. അപ്പം അതും ഇപ്പോഴും ഓർക്കുന്നു നന്നായി തന്നെ, വലിയ കുഴപ്പമില്ലാതെ നന്നായി തന്നെ അത് പാടുകയും ചെയ്തു. അപ്പം ഇവരുമായിട്ട് ഈ പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ യങ് ജനറേഷനിൽ എന്ന് പറഞ്ഞാൽ കൂടുതലും വൈബ്, വൈറൽ എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അപ്പം ശരിക്കും നല്ല സോങ് ആയിരുന്നു. ഇതൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ തന്നെ കുറച്ച് വൈറലാകാനുള്ള സാധ്യതയുള്ള പാട്ടുകളായിരുന്നു. അത് ഓർക്കസ്ട്രേഷൻ്റെ ശൈലി ഒക്കെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഈ ഡാപ്സിയും ഇവരൊക്കെ പാടുന്ന പാട്ടുകളൊക്കെ പഴയ പാട്ടുകൾ. ഇപ്പോൾ ഡാപ്സി പാടിയ പാട്ടുണ്ട്, മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ടേ. ഇതാണ് ആ പാട്ട്. പക്ഷെ ഡാപ്സിയുടെ കയ്യിലെത്തിയപ്പോൾ മലർക്കൊടിയേ അത് മാറി, അതിന്റെ ഓർക്കസ്ട്രേഷൻ മാറി, അതിന്റെ ഡുവൽ എഫക്റ്റ് കൊടുത്ത് കാര്യം അത് ക്ലിക്കായി. പാട്ട് പഴയ പാട്ട് തന്നെയാണ്, 25-30 വർഷം മുന്നുള്ള പാട്ടാണ്. അപ്പോൾ മ്യൂസിക്കിന് പ്രായമില്ല. ഇത് ഇവര് ഇപ്പോൾ വേടന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, വേടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, നാടൻ പാട്ടുകളാണ്. ആ നാടൻ പാട്ടിനെ റാപ്പിലേക്ക് ഇവർ കൺവേർട്ട് ചെയ്തു. കാരണം പ്രത്യേകിച്ച് ഈ ന്യൂ ജനറേഷൻ പൊതുവെ കുറച്ച് വൈഡാണ് അവർ. ഇപ്പൊ ഒന്ന് ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ലോകം ചുരുങ്ങിയല്ലോ. അപ്പൊ ഇവരൊക്കെ യൂട്യൂബിൽ കൊറിയൻ മ്യൂസിക്, ആഫ്രിക്കൻ മ്യൂസിക്, റാപ്പ് ഇതൊക്കെ ഡെയിലി ഇവരിങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അവരെ ഇൻബോൺ ആയിട്ട് അവരെ ഉള്ളിൽ ഈ മ്യൂസിക് കിടക്കുന്നുണ്ട്, ഈ റാപ്പ് മ്യൂസിക് കിടക്കുന്നുണ്ട്. അപ്പൊ റാപ്പ് മ്യൂസിക്കിനെ ബേസ് ചെയ്തിട്ട് മലയാളം പാട്ടുകൾ വരുമ്പം അത് അവർ കേച്ച് ചെയ്യും. ഇപ്പോ മാപ്പിളപ്പാട്ടിന്റെ കാര്യത്തിൽ തന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് ആൽബം സോങ്ങിലേക്ക് മാറി, ട്രെൻഡായി മാറി. അപ്പൊ അതുപോലെ കാലഘട്ടം പാട്ട് മാറുന്നില്ല, മ്യൂസിക് എപ്പോ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നു. ഏത് നല്ല പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും അത് ജനം സ്വീകരിക്കും. അതിന് അതുമല്ല, അതൊരു സെർട്ടൺ നല്ല പാട്ടുകൾ ഒരുപാട് വർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഡെപ്ത് ഉണ്ട്, ആയുസ് ഉണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ വരുന്നു അതുപോലെ അങ്ങ് ഇതായി പോകുന്നു. അതിൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാണ്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഈ പാട്ട് റെക്കോർഡ്, പാട്ടുകാർ ഇതൊക്കെ വളരെ റെയറായിരുന്നു. അപ്പോൾ ഈ പാട്ട് തുടങ്ങിയ കാലം മുതൽ നമ്മൾ മലയാളികൾ പാട്ട് നന്നായിട്ട് കേട്ട് തുടങ്ങിയ കാലം മുതൽ വരുന്ന പാട്ടുകളാണ് ഈ പറഞ്ഞ നസീർ അഭിനയിച്ച പാട്ടുകളും തുടക്ക പാട്ടുകളൊക്കെ. അന്ന് അവര് ഈ പാട്ട് കമ്പോസ് ചെയ്യുന്ന വളരെ ആത്മാർത്ഥമായി ഇരുന്ന് കമ്പോസ് ചെയ്യുന്ന പാട്ടുകളാണ്. അപ്പം ആ പാട്ടുകൾ ഒരു കാലഘട്ടം മുഴുവൻ കേട്ട് ആൾക്കാരുടെ മനസ്സിൽ കയറി നിന്ന്, അതുകൊണ്ട് അത് നിലനിന്ന് ഇങ്ങനെ പോകുന്നു. അത് വീണ്ടും ഈ സ്റ്റേജിൽ പാടുന്നു, പല റിപ്പീറ്റേഷൻ വരുന്നു. അപ്പോൾ മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ മലയാളികൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ പുതിയ പാട്ടുകൾ വന്നിട്ട് ഒരു 2 ദിവസം കഴിയുമ്പോൾ വേറെ പാട്ട് ഇറങ്ങുന്നു. ഏതാണ് സെലക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പഴയ പാട്ടുകൾ നല്ലതെന്ന് പറയുന്നത്. അല്ലാതെ പുതിയ പാട്ടുകൾ മോശമായത് കൊണ്ടല്ല. ലൈഫ് കൂടുന്നതെന്ന് വെച്ചാൽ നമ്മൾ കേട്ട് കുറേ പ്രാവശ്യം കേട്ട് നമ്മൾ അതിൽ സ്റ്റോറേജ് ആയി പോകണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിലപ്പോൾ അതെല്ലാവരും അംഗീകരിക്കണമെന്നില്ല. തീർച്ചയായിട്ടും. അല്ല, ഇങ്ങനൊരു അഭിപ്രായം എനിക്ക് ഫസ്റ്റ് ടൈമായിട്ടാണ് കേൾക്കുന്നത്. അതെ, ഒരു പക്ഷേ അതിലൊരു റിയാലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ്. ഇന്നിപ്പം ഒരുപാട് പാട്ടുകൾ പുതുതായിട്ട് വരുന്നുണ്ട്, ഒരുപാട് പാട്ടുകാരുണ്ട്, ഒരുപാട് എഴുത്തുകാരുണ്ട്. പഴയതുപോലെ കാലഘട്ടമല്ല, ഇപ്പം സംവിധാനങ്ങൾ കൂടുതലാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ ഏത് വേണോ വൈറലാവാം, എന്ത് വേണോ വൈറലാവാം. ഇപ്പം ഏറ്റവും കൂടുതൽ വൈറലാവുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം വേടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൈറലാവാം. അല്ലെങ്കിൽ ദാപ്സിയേക്കാൾ ഇപ്പോൾ കൂടുതലും നിൽക്കുന്ന വേടനാണ്. അതല്ലെങ്കിൽ നമ്മളിപ്പം സുംബ ഡാൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വൈറലാകാം. മീൻസ് ആ ഒരു കാലഘട്ടത്തിലൂടെ ഒരു വൈറൽ ആകുക, നമുക്കൊരാളിനെ അയാളെ ഇൻസൾട്ട് ചെയ്തിട്ടായിരുന്നാലും നമുക്ക് വൈറലാകണം എന്നൊരു കാഴ്ചപ്പാടിലൂടെ പോകുന്ന ഒരു സമയമാണ്. ഏതൊരു വിഷയത്തിൻ്റെ ഡ്യൂറേഷൻ ഒരു 2 വീക്കാണ്. എന്ത് വിഷയവും അത് ആൾക്കാർ എൻഗേജ്ഡ് ആണ്, മറക്കും.
കാരണം മുന്നേ നമുക്ക് ഒരു മൊബൈൽ ഫോണില്ല, അതുപോലെ വേറെ ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. ഇപ്പം നമുക്ക് ചെലവ് കൂടി, ജീവിതം ബിസിയാണ്. ഇപ്പം മറ്റുള്ളവരുടെ പിന്നാലെ നടക്കാൻ സമയമില്ല. ആ സമയത്ത് ജസ്റ്റ് ശ്രദ്ധിച്ചിട്ട് പോകും. അതുകൊണ്ടാണ് മുമ്പാണെങ്കിൽ കുറേ കാലം അതിൻ്റെ പിന്നാലെ പോകും. ശരിക്കും ഈ പ്രവാസത്തെ ജീവിതം എപ്പോഴും മുതലാണ് തുടങ്ങിയത്? 2016 തുടങ്ങിയത്. 2006 എന്തായിട്ടായിരുന്നു ഇവിടെ വരുന്നത്? 2006 ഞാനൊരു കമ്പനിയിൽ ഓഫീസ് സെക്രട്ടറി ആയിട്ട് വന്നതാണ്. ശരി. അപ്പോൾ അവിടുന്ന് ഒരു 2 വർഷം അവിടെ നിന്ന് പിന്നെ അബുദാബി അഡ്നോക്കിൻ്റെ ഒരു കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് കിട്ടി. അപ്പോൾ അവിടുന്ന് ഒരു 1.5 വർഷം അവിടെ നിന്നപ്പോൾ അവിടെ ഈ ഓയിൽ ഫീൽഡാണ്. അപ്പോൾ സൾഫർ ഗ്യാസിൻ്റെ ഒരു കണ്ടന്റ് എപ്പം അന്തരീക്ഷത്തിലുണ്ടാവും. അപ്പോൾ അതെനിക്ക് റിയാക്ഷനായി. പിന്നെ സുഖമില്ലാതെ നാട്ടിൽ പോയതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ആ ജോബ് ഒഴിവാക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ നാട്ടിൽ നിന്നതാണ്. പിന്നെ 10 ഇയർ നാട്ടിൽ നിന്നത്. പിന്നെ ഇപ്പം 10 ഇയറിന് ശേഷമാണ് വന്നത്. ബിസിനസ് ആവശ്യത്തിനായിട്ട് വന്നതാണ് ഇവിടെ. നാട്ടിൽ ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 10 വർഷം മാറി നിന്നപ്പോഴും സംഗീതത്തോടുള്ള യാത്ര എങ്ങനെയായിരുന്നു? സംഗീതം ഒന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഈ 10 വർഷത്തോളം നമുക്ക് പുറമെ പോയിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സ്വന്തം ചെറിയ റെക്കോർഡിങ് സിസ്റ്റം വെച്ചിട്ട് ചെയ്തായിരുന്നു. പിന്നീട് അത് ഞാൻ കുറച്ച് പ്രൊഫഷണലായിട്ട് പഠിച്ചു. അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെങ്ങനെയാണ് പാട്ട് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പ്രൊഫഷണലായിട്ട് സൗണ്ട് റെക്കോർഡ് ചെയ്യലുണ്ട്. വലിയ പ്രൊഫഷണലായിട്ടല്ല, അത് നമുക്ക് എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ടാവും. പക്ഷെ എന്നാലും ഞാനത് എൻ്റെ പാട്ടുകളൊക്കെ ഞാൻ തന്നെയാണ് റെക്കോർഡ് ചെയ്യാറ്, സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്യാറുണ്ട്. അതുപോലെ സ്റ്റേജ് ഷോയിലൊക്കെ പാടുന്നുണ്ടല്ലോ? കുറേ സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നന്നായി തന്നെ ആ ഒരു മേഖലയിലോട്ട് വരികയാണല്ലോ. ഇപ്പം സ്റ്റേജ് ഷോസ് ഇപ്പം എന്നെ ഒരു ബിസിനസ്സുകാരൻ്റെ കണ്ണിലാണ് ഈ പ്രോഗ്രാം കോർഡിനേഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണുക. അപ്പം നമ്മളിപ്പോൾ അവർ ക്ഷണിക്കും, നമുക്കൊരു പേയ്മെൻറ്റ് ബേസിൽ പോകുന്നതല്ല. അപ്പോൾ അവർ പാട്ട് പാടും എന്നുള്ള നിലയിൽ നമ്മളെ ക്ഷണിക്കും. ചിലതിൽ ഗസ്റ്റായിട്ട് ക്ഷണിക്കും. അപ്പോൾ പോയി 1-2 പാട്ട് പാടും. അങ്ങനെയാണ് പോകുന്നത്. അത്രയാണ്. ശരിക്കും ഈ എന്താണ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്, പാട്ട് എഴുതിയിട്ടുണ്ട്, പിന്നെ കമ്പോസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറേ മേഖലകളിലൂടെ കടന്നു വരികയാണ്. അപ്പോൾ മനസ്സിൽ തീർച്ചയായിട്ടും ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. എനിക്ക് ഇതിൽ മികച്ച, ഇതിൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ട്. എനിക്ക് നല്ലൊരു ഈ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള കുറച്ച് ഹെവി ഓർക്കസ്ട്രേഷൻ ഒക്കെ വെച്ചിട്ട് നല്ലൊരു പാട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ ഒരു പ്ലാനിങ്ങിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വേർഡൻ അല്ലെങ്കിൽ ഒരു ദാപ്സി ആ ഒരു സ്റ്റൈലിൽ, ആ സ്റ്റൈലിലല്ല നമ്മൾ ഒരാൾ അനുകരിക്കും എന്ന് പറഞ്ഞതല്ല, നമുക്ക് നമ്മളതായൊരു പാറ്റേൺ ചെയ്തിട്ട് അതിലൊരു പരീക്ഷണം നടത്താന്നുള്ളൊരു ഇതുണ്ട്. അത് വിജയിക്കട്ടെ. ഏതായാലും അത്തരം നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നന്നായി തന്നെ വരട്ടെ. അപ്പം ഈ ഒരു പക്ഷേ വേടനുമായിട്ട് കാണേണ്ടി വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു കോൺവെർസേഷനിൽ പറയുന്നത്? വേടനായിട്ട് നേരിട്ട് കാണാം. വേടൻ ഒരു സിംഗർ എന്ന നിലയിൽ സക്സസ് ആയ ഒരാളാണ്. പിന്നെ സ്വന്തമായിട്ട് ലിറിക്സ് ചെയ്ത് അതുപോലെ വിപ്ലവമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. പൊതുവെ എൻ്റെ നേരിട്ട് കണ്ടാൽ ഞാൻ പൊതുവെ വിവാദത്തിൽ ചെന്ന് ചാടാതിരിക്കുക, അതാണ് നല്ലത്. മലയാളികളെ ഒരുമിച്ച് കൊണ്ട് ഒരു കലാകാരൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മൈൻഡ് ചെയ്ത് നമ്മളൊരു ആ കാലഘട്ടം കഴിഞ്ഞു പോയി എന്നാണ്. കാരണം നമ്മളിപ്പോൾ ഒരു വിപ്ലവത്തിൻ്റെ ഒരു സിറ്റുവേഷൻ നമ്മളിപ്പോൾ കേരളത്തിലില്ല. അപ്പോൾ സോഷ്യൽ മീഡിയൻ്റെ കാലഘട്ടത്തിൽ വീണ്ടും നമ്മൾ ഒരുപാട് വിവാദങ്ങളും കുത്തിപ്പൊക്കാതെ ചിലപ്പം അവർക്ക് പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കും, പക്ഷെങ്കിൽ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എന്നാണ് മൂപ്പര് പൊതുവെ അപ്പർ കാസ്റ്റിനൊക്കെ ഇതൊക്കെയല്ല ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു കേരളത്തിൽ അത്തരം ഒരു ജാതി വ്യവസ്ഥ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ ഇല്ല, നമ്മൾ ഇല്ലാത്തൊരു സാധനത്തിനെ പൊക്കിക്കൊണ്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിനനുസരിച്ചാണ് ഓരോരുത്തർ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാർ അവർ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ അവർ അങ്ങനെയായിരിക്കും, അവർ ഭൂസ്വത്തുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുടെ ജീവിത ശൈലിയും ഡിഫറൻറ്റ് ഉണ്ടാവും, അവരുടെ പഠന ഡിഫറൻസ് ഉണ്ടാവും, അവരെ എല്ലാത്തിനും ഡിഫറൻസ് ഉണ്ടാവും. അത് മനുഷ്യൻ്റെ ഒരു എവിടെ ലോകത്ത് എവിടെ മനുഷ്യരുണ്ടെങ്കിലും അങ്ങനെയാണത്. എല്ലാവരും ഒരിക്കലും ഒരുപോലെ ആയിട്ട് വരില്ല. അത് എൻ്റെ ഒരു അഭിപ്രായമാണത്. നമ്മുടെ പ്രവാസ ജീവിതത്തിൽ ഇപ്പോൾ കലാകാരനാണ്, ഒരുപാട് കലയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സാമൂഹിക ജീവിയാണ്. ഈ സാമൂഹിക ജീവി മനസ്സിൽ പലർക്കും പല ആഗ്രഹങ്ങളുണ്ടാവും. അപ്പം വേറിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടോ? വേറിട്ട ആഗ്രഹം, സാമൂഹ്യ ജീവി ആയതുകൊണ്ട് പരസ്പര സഹായം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ജീവിവർഗമാണല്ലോ മനുഷ്യൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക്
ചാരിറ്റി ചെയ്യണം, മറ്റുള്ളവർക്ക് സഹായം ചെയ്യണം, നമ്മളെ കൊണ്ടാവുന്ന രീതിയിലേക്ക്. ഇതൊരു കൊടുക്കൽ വാങ്ങലാണ്. നമ്മൾ എത്രത്തോളം മറ്റുള്ളവരിലേക്ക് ആത്മാർത്ഥമായി എന്തെങ്കിലും ചെയ്യുന്നതനുസരിച്ച് റിസൾട്ട് നമുക്ക് തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരാൾക്ക് വേണ്ടി ഒരു പൈസ ചിലവാക്കി കഴിഞ്ഞാൽ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിലവാക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ വരുത്തുണ്ടാവും. റിസൾട്ടിന് വേണ്ടിയിട്ടല്ലാതെ ആത്മാർത്ഥമായിട്ട് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, അതിൽ റിസൾട്ട് വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ അനുഭവം അങ്ങനെയാണ്. തീർച്ചയായിട്ടും. നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു പാട്ടിലേക്ക് പോയാലോ? എനിക്ക് മലയാളം സോങ് ഇഷ്ടമാണ്, പക്ഷെ അത് കുറച്ച് ടഫാണ്. പക്ഷെ എത്രത്തോളം എനിക്ക് പാടി ഫലിപ്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പാട്ട്. സ്വർണ്ണ ഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായുജ്യം നിൻ രൂപം. സ്വർണ്ണ ഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായുജ്യം നിൻ രൂപം. ഏതൊരു കോവിലും ദേവതയാക്കും, ഏതൊരു കോവിലും ദേവതയാക്കും. ഏത് പൂജാരിയും പൂജിക്കും നിന്നെ, ഏത് പൂജാരിയും പൂജിക്കും. സ്വർണ്ണ ഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായുജ്യം നിൻ രൂപം. സൂപ്പർ. പാടാൻ പറ്റുമെന്നല്ല, പാടും, നന്നായി പാടുന്നുണ്ട്. അതൊരു അത് പാട്ട് കുറച്ച് ടഫ് പാട്ടാണ്. അതിൽ കുറെ ചെയ്തു വെച്ച സംഗതി ഉണ്ടല്ലോ. അത് സിന്ധു ഭൈരവി രാഗത്തിലുള്ള നല്ലൊരു പാട്ടാണ്. ആ പാട്ടിന് മാപ്പിളപ്പാട്ടൊക്കെ ടച്ച്. അതുകൊണ്ട് എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ പാട്ട് മുന്നേ ചെറുപ്പത്തിലേ ഞാൻ കേൾക്കുന്ന ഒരു പാട്ടായതുകൊണ്ട്. ഗസലുകൾ ഇഷ്ടമാണോ? ഗസൽ ഇഷ്ടമാണ്. ഗസൽ പാടുമോ? ഗസൽ പാടാൻ ഇഷ്ടമാണ്, പക്ഷെ ഒരു ഗസലായാലോ? ഗസൽ ടൈപ്പ് ഒരു മാപ്പിളപ്പാട്ട് പാടും. അറബ് പറയണ നാട്ടിലാണെനിക്ക് ജോലി, അകലെ മാമല നാട്ടിലാണൻ മുത്തുബീവി. അറബ് പറയണ നാട്ടിലാണെനിക്ക് ജോലി, അകലെ മാമല നാട്ടിലാണൻ മുത്തുബീവി. മിഴിയടച്ച് പകൽ കിനാവ്, മിഴി തുറന്ന് പൂങ്കിനാവ്. പൂങ്കിനാക്കളിലൊക്കെ മുല്ലേ നിന്റെ മോറ്, പൂങ്കരളിനെയോർത്തു ആർക്കും കണ്ണുനീര്. സൂപ്പർ, കൊള്ളാം കേട്ടോ. അപ്പം നമ്മൾ മലയാളത്തിൽ തന്നെ ഒരുപാട് ആൽബങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടായി. അപ്പം വീണ്ടും വീണ്ടും കൂടുതൽ ആൽബവും, അതുപോലെ തന്നെ ഒരു പക്ഷേ ഓരോ മനുഷ്യൻ്റെയും ആഗ്രഹമാണ് സിനിമയിലൊക്കെ അല്ലെങ്കിൽ സിനിമാക്കാരനാകുക എന്നുള്ള ആ ആഗ്രഹം ഞാൻ നിങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, 1-2 സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു. അപ്പോൾ വലിയ നടന്മാരുടെ ആസിഫ് അലീൻ്റെ അടുത്തും ഇവരുടെ അടുത്തൊക്കെ പോയിരുന്നു കുറേ മുന്നേ സ്ക്രിപ്റ്റും കൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് എനിക്ക് നാട്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒഴിവുകൾ കിട്ടുന്ന സമയത്തൊക്കെ അങ്ങനെ എഴുതി സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് എറണാകുളത്ത് ഒരാളുടെ കയ്യിൽ കൊടുത്ത് ഒരാവശ്യത്തിന് കുറച്ച് കറക്ഷൻ വേണ്ടി കൊടുത്താണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ചെയ്യുന്നുണ്ടോ നോക്കാന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഒരു പോസ്റ്റർ വരികയാണ്. ആ ഒരു ഡ്രൈവിംഗ് സ്കൂളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിനിമയുടെ പോസ്റ്റർ വന്നു. അപ്പോൾ ഞാനത് വിളിച്ച് ചോദിച്ചു, എടാ ഇത് പിന്നെ അതെ നമ്മളെ പേരൊക്കെ അത് തന്നെയാണല്ലോ, ഇതെന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ ആരാ ചെയ്യുന്നത്? അല്ല അത് വേറെ ടീമാണ്, വേറെ ഏതോ കഥയാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആ സിനിമ കണ്ടപ്പോൾ അതിലൊരു 5-8 സീന് ഞാൻ എഴുതിയ സീൻ തന്നെ അതിൽ മാറ്റം വരുത്തിയിട്ട് ആ കഥ അങ്ങോട്ട് പോയി. അടിപൊളി. അപ്പൊ ഇതാണ് സിനിമാ ഫീൽഡിലുള്ള ഒരു കാരണം നമ്മൾ അതിന്റെ പിന്നാലെ പോയില്ലെങ്കിൽ ഇതിന്റെ ഒരു ത്രെഡ് കിട്ടും, ആൾക്കാർ എടുത്തു പോകും.
അപ്പം നമ്മൾ സിനിമ ഹിറ്റായി, ഭയങ്കര ഹിറ്റായി ശരി ആ സിനിമ. നമ്മൾ കഷ്ടപ്പെട്ടു, അതിന്റെ സ്വീറ്റ്നെസ് വേറൊരാൾ കൊണ്ടുപോയി. അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അവരതിന്റെ കണ്ടന്റ് എടുത്ത് അതിൽ കുറച്ച് സീൻസ് ഒക്കെ നമ്മൾ തന്നെ ഏകദേശം സീൻസ് തന്നെ ആഡ് ചെയ്ത് അതൊരു ജീവിതത്തിൽ അതൊരു വലിയൊരു മറ്റൊരു എക്സ്പീരിയൻസ് ആയിപ്പോയില്ലേ. നമ്മൾ കഷ്ടപ്പെട്ട് അതിന്റെ ഇതാണ് പലരോടും പറയാറുള്ളത്, നിങ്ങൾ 1 ലൈൻ മാത്രമേ പറയാവൂ, കൂടുതൽ ഇത് 1 ലൈൻ തന്നെ അപകടമാണ്. അതെ, നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ട് അത് നടക്കുമെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ കാരണം അവർക്ക് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ജീവിതത്തിലെ മറ്റൊരു അനുഭവമാണ് അല്ലേ. പിന്നെ ഈ മാപ്പിളപ്പാട്ടായി പിന്നെ മലയാള സിനിമ പാട്ട് പാടി ഹിന്ദി പാട്ടിൽ ഒരു ക്രൈസ് ഇല്ലേ? പാടും. നമുക്കൊരു ഹിന്ദി പാട്ടിലേക്ക് പോകാം അല്ലേ? ഹിന്ദി പാട്ട്. मेरे सनम मुझको तेरी कसम, मेरे सनम मुझको तेरी कसम, तुझको ही तोड़ के मर जाएंगे हम, है मरने से पहले जी ले जरा हम, मेरे सनम मुझको तेरी कसम. സൂപ്പർ. പൊതുവെ പാടലില്ല, എന്നാലും കുഴപ്പമില്ലാതെ തന്നെ ഹിന്ദി പാട്ടിനും പാടുന്നു. വളരെ സന്തോഷം തിരക്കുകൾക്കിടയിലും ഇത്രയും സമയം RTV 24/7 ചെലവഴിച്ചതിൽ. അപ്പം സജീർ നാദാപുരത്തിന് എല്ലാവിധ ആശംസകളും. കൂടുതൽ നല്ല പ്ലാറ്റ്ഫോമിലേക്ക് പാട്ടുകളും അതുപോലെ തന്നെ താങ്കളുടെ ഒരു സിനിമയൊക്കെ ഇറങ്ങട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഒരുപാട് നന്ദി. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.